गुरवे गौरचन्द्राय राधिकाय तदालये कृष्णाय कृष्णभक्ताय तद्भक्ताय नमो नमः. ശ്രീമദ്ഭാഗവതം അധ്യായം 15 സ്കന്ധം 1 ശ്ലോകം 11. यो नो जुगोपा वन एत्य दुरन्तकृच्छ्रात् दुर्वाससोरीरचितात् अयुताग्रभूया शाकान्नशिष्टम् उपयुज्य यतस्त्रिलोकीं तृप्ताम् अमंस्तसलिले विनिमग्नसङ्घः. हरे कृष्ण प्रभु. ओम नमो भगवते वासुदेवाय. यो नो जुगोपवनयेत्य दुरन्तकृच्छ्रात् दुर्वाससोरिरचितादयुताग्रभुग्या शाकानशिष्टमुपयुज्य यतस्त्रिलोकीं तृप्ताममंस्ता सलिले विनिमग्नसङ्घा. हरे कृष्ण. ओम नमो भगवते वासुदेवाय. यो नो जुगोपवन एत्य दुरन्तकृच्छ्रात् दुर्वाससोरिरचितादयुताग्रभुग्याः शाकानशिष्टमुपयुज्य यतस्त्रिलोकीं तृप्ताम् अस्ता सलिले विनिमग्नसङ्घः. हरे कृष्ण. हरे कृष्ण प्रभु जी. हरे कृष्ण. यूनो जुगापवन एत्य दुरन्तकृच्छ्रात् दुर्वाससोरिरचितादयुताग्रयुग्य शाकान्नशिष्टमुपयुज्य यतस्त्रिलोकीं तृप्ताममंस्तसलिले विनिमग्नसङ्घः. हरे कृष्ण. താങ്ക് യു. വിവർത്തനം ഭാവാർത്ഥം. ഹരേ കൃഷ്ണ. വായിക്കട്ടെ പ്രഭു. ഓക്കെ, വായിക്കും. ഹരേ കൃഷ്ണ. വിവർത്തനം ബൈ ശ്രീല പ്രഭു. തന്റെ 10,000 ശിഷ്യന്മാരോടൊത്ത് ഭക്ഷിക്കുന്ന ദുർവാസമുനി നമ്മുടെ ശത്രുക്കളുടെ ഉപജാപത്തിന്റെ ഫലമായി വനവാസകാലത്ത് നമ്മെ അപകടകരമായ പ്രതിസന്ധിയിലാക്കി. അപ്പോഴദ്ദേഹം ഭക്ഷണത്തിന്റെ അവശിഷ്ടം മാത്രം സ്വീകരിച്ച് നമ്മെ രക്ഷിച്ചു. അദ്ദേഹം അപ്രകാരം ഭക്ഷണം സ്വീകരിക്കിയാൽ നദിയിൽ സ്നാനം ചെയ്തുകൊണ്ടിരുന്ന മുനിഗണങ്ങൾക്ക് സമൃദ്ധമായി ഭോജനം കഴിച്ച പ്രതീതിയുണ്ടായി. മാത്രമല്ല ത്രിഭുവനങ്ങളും സംതൃപ്തമായി. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം. ദുർവാസമുനി കഠിനമായ തപശ്ചര്യകൾക്ക് വിധേയനായി മഹത്തായ വ്രതാനുഷ്ഠാനങ്ങളോടൊപ്പം ധാർമ്മിക തത്വങ്ങൾ പാലിക്കാൻ ദൃഢനിശ്ചയം ചെയ്ത അതിശക്തനായ യോഗിയായ ബ്രാഹ്മണൻ. നിരവധി ചരിത്ര സംഭവങ്ങളുമായി അദ്ദേഹത്തിന്റെ നാമം ബന്ധപ്പെട്ട് കിടക്കുന്നു. മാത്രവുമല്ല മഹായോഗിയായ അദ്ദേഹം മഹാദേവനെ പോലെ ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയുമാണെന്ന് കാണാം. അദ്ദേഹം സംപ്രീതനായാൽ സേവകന് അത്യധികമായ തന്മയരുളും. പക്ഷേ അസംതൃപ്തനായാൽ ഏറ്റവും വലിയ വിപത്തിനും കാരണമായി തീരും. തന്റെ പിതൃഭവനത്തിൽ എല്ലാ ശ്രേഷ്ഠ ബ്രാഹ്മണർക്കും സർവ്വവിധ സേവനങ്ങളും അനുഷ്ഠിച്ചിരുന്നത് കുമാരി കുന്തിദേവിയായിരുന്നു. അവരുടെ ആതിഥ്യോപചാരത്തിൽ സംതൃപ്തനായ ദുർവാസമുനി ഇംഗിതം പോലെ ഏതു ദേവനെയും ആഹ്വാനം ചെയ്യുവാനുള്ള ശക്തി നൽകി അവളെ അനുഗ്രഹിച്ചു. ദുർവാസമുനി പരമശിവന്റെ അവതാരമാണെന്നാണ് അറിവുള്ളതാണ്. ആകയാൽ അദ്ദേഹത്തെ അനായാസേന പ്രസാദിപ്പിക്കാനും കോപിഷ്ഠനാക്കാനും കഴിയും. അദ്ദേഹം മഹാശിവഭക്തനായിരുന്നു. പരമശിവന്റെ നിർദ്ദേശാനുസരണം അദ്ദേഹം 100 വർഷക്കാലം യജ്ഞമനുഷ്ഠിച്ച ശ്വേതകേതു രാജാവിന്റെ പൗരോഹിത്വം സ്വീകരിച്ചു. ചിലപ്പോഴൊക്കെ അദ്ദേഹം ദേവേന്ദ്രന്റെ സ്വർഗലോകത്തിലെ രാജസദസ് സന്ദർശിക്കുക പതിവായിരുന്നു. തന്റെ മഹത്തായ യോഗശക്തികളാൽ ആകാശത്തിലൂടെ സഞ്ചരിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. അങ്ങനെ ആകാശത്തിലൂടെ ബഹുദൂരം സഞ്ചരിച്ച് ബഹിരാകാശത്തിന് അതീതമായ വൈകുണ്ഠ ലോകങ്ങൾ വരെ പോലും അദ്ദേഹം പോയതായി മനസ്സിലാക്കാം. ലോക ചക്രവർത്തിയും മഹാഭക്തനുമായിരുന്ന അംബരീഷ മഹാരാജാവുമായി കലഹിച്ച കാലത്ത് സുദീർഘമായ ഈ ദൂരങ്ങളൊക്കെ അദ്ദേഹം 1 വർഷത്തിനുള്ളിൽ സഞ്ചരിക്കുകയുണ്ടായി. ഹരേ കൃഷ്ണ. വേറെ ആരെങ്കിലും വായിച്ചോളൂ. വലിയ ഭാവാർത്ഥം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.
അദ്ദേഹത്തിന് 10,000-ഓളം ശിഷ്യഗണങ്ങൾ ഉണ്ടായിരുന്നു. ക്ഷത്രിയ രാജാക്കന്മാരുടെ കൊട്ടാരങ്ങൾ സന്ദർശിക്കുമ്പോഴൊക്കെ അദ്ദേഹത്തെ ശിഷ്യന്മാര് അനുഗമിക്കുക പതിവായിരുന്നു. ഒരിക്കൽ ദുർവാസാവ് മഹർഷി മഹാരാജാവ് യുധിഷ്ഠിരന്റെ പിതൃവ്യ പുത്രനും ശത്രുവുമായ ദുര്യോധനന്റെ കൊട്ടാരം സന്ദർശിച്ചു. ദുർവാസാവിനെ എല്ലാ പ്രകാരത്തിലും സന്തുഷ്ടനാക്കാൻ തക്ക ബുദ്ധിയുള്ളവനായിരുന്നു ദുര്യോധനൻ. സംപ്രീതനായ ദുർവാസാവ് ദുര്യോധനന് എന്തെങ്കിലും അനുഗ്രഹം നൽകാൻ ആഗ്രഹിച്ചു. ദുർവാസാവിന്റെ തപശക്തികളെക്കുറിച്ചും അദ്ദേഹം കോപിഷ്ഠനായാൽ വന്നു ഭവിച്ചേക്കാവുന്ന അത്യാപത്തുകളെക്കുറിച്ചും പൂർണ്ണ ബോധവാനായിരുന്നു. ദുഷ്ടബുദ്ധിയായ ദുര്യോധനൻ ദുർവാസാവ് മഹർഷിയുടെ കോപം തന്റെ പിതൃവ്യ പുത്രന്മാരും ആജന്മവൈരികളുമായ പാണ്ഡവരുടെ മേൽ പതിയാൻ ആഗ്രഹിക്കയാൽ തന്റെ പിതൃവ്യ പുത്രന്മാരിൽ പ്രമുഖനും അഗ്രജനുമായ മഹാരാജാവ് യുധിഷ്ഠിരന്റെ ഭവനം അദ്ദേഹവും അദ്ദേഹത്തിന്റെ രാജ്ഞി ദ്രൗപദിയും ആഹരിച്ചതിനു ശേഷം ഭോജനം ചെയ്തതിനു ശേഷം സന്ദർശിക്കണമെന്ന് മഹർഷിയോട് ആവശ്യപ്പെട്ടു. ദ്രൗപദി ഭുജിച്ചതിന് ശേഷം അതോ ദ്രൗപദിയുടെ ഭക്ഷണം കഴിഞ്ഞ ശേഷം ഇത്രയും ബൃഹത്തായ ഒരു ബ്രാഹ്മണ അതിഥി ഗണങ്ങൾക്ക് ഭക്ഷണമൊരുക്കുക എന്നത് മഹാരാജാവ് യുധിഷ്ഠിരനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായ കാര്യമാണെന്ന് ദുര്യോധനന് ശരിക്കും അറിയാമായിരുന്നു. ഭക്ഷണം ലഭിക്കാതെ വരുമ്പോൾ മഹർഷി മഹാരാജാവിനോട് കോപിക്കുമെന്നും യുധിഷ്ഠിരന് എന്തെങ്കിലും കൊടും ശാപം നൽകുമെന്നും ദുര്യോധനൻ കണക്കുകൂട്ടി. ദുര്യോധനന്റെ ദുഷ്ടബുദ്ധിയിൽ ഉദിച്ച പദ്ധതിയായിരുന്നു അത്. ദുര്യോധനന്റെ ഈ വ്യവസ്ഥ സമ്മതിച്ച ദുർവാസാവ് മഹർഷി ദുര്യോധനന്റെ പദ്ധതി അനുസരിച്ച് രാജ്യഭ്രഷ്ടനാക്കപ്പെട്ട യുധിഷ്ഠിര രാജാവിന്റെയും രാജ്ഞി ദ്രൗപദിയുടെയും ഭോജനം കഴിഞ്ഞ ശേഷം അദ്ദേഹത്തെ സമീപിച്ചു. വാതിൽക്കൽ ആഗതനായ ദുർവാസാവിനെ മഹാരാജാവ് യുധിഷ്ഠിരൻ യഥോചിതം സ്വീകരിക്കുകയും നിത്യേനയുള്ള മധ്യാഹ്ന പൂജാവിധികൾ പൂർത്തിയാക്കുന്നതിനായി നദിയിൽ പോയി വരാൻ ആവശ്യപ്പെടുകയും ആ സമയം കൊണ്ട് അദ്ദേഹത്തിന് ശിഷ്യന്മാർക്കും ആവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ തയ്യാറാക്കി വെക്കാമെന്ന് അറിയിക്കുകയും ചെയ്തു. സ്നാനം ചെയ്യാനായി നദിയിലേക്ക് തന്റെ ബൃഹത്തായ ശിഷ്യഗണങ്ങളോടൊപ്പം തിരിച്ച ദുർവാസാവ് മഹർഷിയെ എങ്ങനെ സൽക്കരിക്കുമെന്ന് ചിന്തിച്ച് യുധിഷ്ഠിരൻ അത്യന്തം ഉത്കണ്ഠാകുലനായി. ദ്രൗപദി ആഹാരം കഴിക്കുന്നതിന് മുമ്പായിരുന്നെങ്കിൽ എത്ര ബൃഹത്തായ അതിഥി സമൂഹങ്ങളെയും സൽക്കരിക്കാൻ ആവശ്യമായ ഭോജ്യവസ്തുക്കൾ യഥേഷ്ടം ലഭിക്കുമായിരുന്നു. എന്നാൽ ദുര്യോധനൻ ഉപചാപം നടത്തുകയാൽ ഋഷി ദ്രൗപദി ആഹാരം കഴിച്ചതിന് ശേഷമാണ് ആഗതനായിരിക്കുന്നത്. ഹരേ കൃഷ്ണ. വേറെ ആരെങ്കിലും ഭഗവാൻ ചിത്തത്തോടെ സ്നേഹിക്കാനുള്ള ഹരേ കൃഷ്ണ മാതാജി വായിച്ചോളൂ. ഭഗവാനെ ഏകാഗ്ര ചിത്തത്തോടെ സ്മരിക്കുവാനുള്ള ഒരു അവസരമാണ് ഭക്തരെ വിഷമ പ്രതിസന്ധിയിൽ അകപ്പെടുത്തുന്നതിലൂടെ ഭഗവാൻ നൽകുന്നത്. ആകയാൽ അത്യന്തം ആപൽക്കരമായ ആ അവസ്ഥയിൽ ദ്രൗപദി ശ്രീകൃഷ്ണ ഭഗവാനെ സ്മരിക്കുകയും സർവവ്യാപിയായ ഭഗവാൻ തന്റെ ഭക്തരെ ഗ്രഹിച്ചിരിക്കുന്ന ആപൽക്കരമായ അവസ്ഥ ഉടനടി അറിയുകയും അവരെ രക്ഷിക്കാനായി ഉടൻ തന്നെ അവിടെ എത്തിച്ചേരുകയും ചെയ്തു. പാത്രത്തിൽ മിച്ചമുള്ള എന്തെങ്കിലും ഭക്ഷണം തരാൻ ഭഗവാൻ ദ്രൗപദിയോട് ആവശ്യപ്പെട്ടു. ഭഗവാന്റെ ആവശ്യം ശ്രവിച്ച ദ്രൗപദി അത്യന്തം ദുഃഖിതയായി. എന്തെന്നാൽ ഭഗവാൻ അവളോട് ഭക്ഷണം ആവശ്യപ്പെട്ട ആ നേരം ഭഗവാൻ എന്തെങ്കിലും നൽകാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല. അത്യന്തം വ്യസനത്തോടെ ദ്രൗപദി ഭഗവാനോട് ഇപ്രകാരം പറഞ്ഞു: സൂര്യദേവൻ എനിക്ക് തന്ന പാത്രത്തിൽ ഞാൻ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പാണെങ്കിൽ യഥേഷ്ടം ഭക്ഷണം ലഭിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ നേരത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആകയാൽ ഇനി പാത്രത്തിൽ നിന്നും ഭക്ഷണം ഒന്നും ലഭിക്കുകയില്ല. ആയതിനാൽ ഞങ്ങൾ ആപത്തിൽ അകപ്പെട്ടിരിക്കുന്നു. അത്തരമൊരു അവസ്ഥയിൽ ഒരു സ്ത്രീക്ക് മാത്രം ചെയ്യാൻ കഴിയുന്നത് പോലെ തന്റെ പ്രയാസങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് അവൾ ഭഗവാനു സമക്ഷം കരയുവാൻ ആരംഭിച്ചു. എങ്കിലും ഭഗവാൻ പാത്രത്തിൽ അവശേഷിക്കുന്നതായി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുവാനായി ദ്രൗപദിയോട് ഭക്ഷിച്ച പാത്രം ആവശ്യപ്പെടുകയും ഉച്ഛിഷ്ടമായി അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പച്ചക്കറിയുടെ ഭാഗമെടുത്ത് സ്വയം ഭക്ഷിക്കുകയും ചെയ്തു. അതിനുശേഷം ഭഗവാൻ പാണ്ഡവരുടെ അതിഥികളായ ദുർവാസാവിനെയും ശിഷ്യന്മാരെയും ഭക്ഷണത്തിനായി ക്ഷണിക്കുവാൻ ആവശ്യപ്പെട്ടു. ഹരേ കൃഷ്ണ മാതാജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീല പ്രഭുപാദ് കി ജയ്. അവരെ ക്ഷണിക്കാനായി ഭീമസേനൻ നദീതീരത്തേക്ക് യാത്രയായി. നദീതീരത്തെത്തിയ ഭീമൻ ഇപ്രകാരം പറഞ്ഞു: ബഹുമാന്യരെ, നിങ്ങൾ എന്തിനാണ് താമസിക്കുന്നത്? വരൂ, നിങ്ങൾക്കായുള്ള ഭക്ഷണം തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഒരു ചെറിയ ഭാഗം ഭക്ഷണം ഭഗവാൻ സ്വീകരിച്ചതിലൂടെ ആ സമയം അവർ ജലത്തിലായിരുന്നിട്ട് പോലും ബ്രാഹ്മണർക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ച പ്രതീതി ഉളവായി. മഹാരാജാവ് യുധിഷ്ഠിരൻ അത്യന്തം സ്വാദിഷ്ടവും രാജകീയവുമായ ഭക്ഷണം അവർക്കായി തയ്യാറാക്കിയിരിക്കും. എന്നാൽ വിശപ്പ് തോന്നാത്തതിനാൽ
തങ്ങൾക്ക് യാതൊന്നും തന്നെ ഭക്ഷിക്കുവാൻ കഴിയുകയില്ല. അത് മഹാരാജാവിന് വിഷമം ഉളവാക്കും. ആയതിനാൽ അവിടെ പോകാതിരിക്കുന്നതാണ് നല്ലതെന്ന് അവർ വിചാരിച്ചു. ആകയാൽ അവർ ഉടൻ തന്നെ അവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചു. ഈ സംഭവം ഭഗവാൻ യോഗികളിൽ മഹായോഗി താനാണെന്ന് തെളിയിക്കുന്നു. ആകയാൽ അദ്ദേഹത്തെ യോഗേശ്വരൻ എന്ന് വിശേഷിപ്പിക്കുന്നു. മറ്റൊരു നിർദ്ദേശം, ഏവരും നിശ്ചയമായും ഭഗവാന് ഭക്ഷണം നിവേദിക്കണം. തൽഫലമായി ഓരോരുത്തരും 10,000 പേര് അടങ്ങുന്ന ഒരു ബൃഹത് കൂട്ടം പോലും ഭഗവാൻ സംതൃപ്തനാകുകയാൽ നിശ്ചയമായും സംതൃപ്തരാകുന്നു. ഭക്തിയുത സേവനത്തിന്റെ മാർഗമാണത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു. മനോഹരമായിട്ടുള്ള ലീല ഇവിടെ ഒരു ശ്ലോകത്തിൽ പറയുന്നു. ഈ ഒരു കഥ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പക്ഷെ എന്നാലും വളരെ ഒരുപാട് നമുക്ക് പ്രിയപ്പെട്ട ഒരു സെക്ഷനാണിത്, സ്റ്റോറിയാണ്. കാര്യം ഭഗവാൻ ഏത് അവസരത്തിലും ഏത് സിറ്റുവേഷൻ ആണെങ്കിലും ഭക്തർക്ക് വേണ്ടി അവരെ രക്ഷിക്കാൻ വേണ്ടി വരുമെന്നുള്ളത് തെളിയിക്കുന്ന ഒരു ഘട്ടം കൂടിയാണിത്. ഈ ഒരു കഥ എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ടും കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷേ എന്നാലും എൻ്റെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് പറയുന്നു മാത്രം. ദുര്യോധനൻ അവസരം കാത്തിരിക്കുകയാണ് പാണ്ഡവരെ എങ്ങനെയെങ്കിലും ബുദ്ധിമുട്ടിക്കാൻ. നമുക്കറിയാം പല രീതികളിലും ദുര്യോധനൻ അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നു. ഭീമസേനന് വിഷം കൊടുത്തു. പിന്നെ അതേപോലെ തന്നെ ദ്രൗപദി ദേവിയുടെ കാര്യം നമുക്കറിയാം. കുരുസഭയിലേക്ക് വിളിച്ചു കൊണ്ടുവരുന്നതും ബാക്കി കാര്യങ്ങളൊക്കെ. അങ്ങനെ പല രീതികളിൽ. പിന്നെ മെഴുകു കൊട്ടാരം കത്തിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അവർ ചെയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല. പരമാവധി എല്ലാ രീതിയിലും അവരെ ബുദ്ധിമുട്ടിച്ചു, ഉപദ്രവിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വനവാസം സമയത്ത് അപ്പോഴും അദ്ദേഹം ദുര്യോധനൻ്റെ ഒരു മനസ്സ് നോക്കണം. ആ സമയത്തും ഓൾറെഡി അവരെ ആ രാജ്യത്തു നിന്ന് പറഞ്ഞു വിട്ടു, വനവാസത്തിന് വിട്ടേക്കുവാണ്. ആ സമയത്തും കൂടെ അവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് ചെയ്യുന്നത് ഇദ്ദേഹം. അപ്പോൾ എത്രമാത്രം ക്രൂരതയുണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലെന്ന് ചിന്തിച്ചു നോക്കൂ. ഓൾറെഡി ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. അവരുടെ കൺമുമ്പിൽ ഉള്ള സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കൺമുമ്പിൽ ഇല്ല, എന്നിട്ടും അദ്ദേഹം ബുദ്ധിമുട്ടിക്കുകയാണ്. സോ ഇതാണ് ചില ആളുകളുടെ ദുര്യോധനൻ കാണിച്ചു തരുന്നു. നമ്മളും കാണുന്നു ഇന്നത്തെ കാലത്തും ഒരുപാട് ആളുകൾക്ക് പക എന്ന് പറയുന്നത് പകയുണ്ടാവും. അതായത് ഒന്ന് അവരുടെ ഉള്ളിൽ എന്തെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ, വേദന വന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ കാരണം അവർ നശിക്കുന്നവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും പല രീതികളിലായിട്ട്. സാധാരണഗതിയിൽ 1-2 കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞു, ഓക്കെ, അതിൽ സമാധാനിക്കാം അവർക്ക് വേണമെങ്കിൽ. എന്നാൽ നിൽക്കുന്നില്ല. അവരുടെ തകർച്ച കാണുന്നവരെ, അവർ മരിക്കുന്നവരെയോ അല്ലെങ്കിൽ ഇനിയും എങ്ങനെ ബുദ്ധിമുട്ടിക്കാം അത്രയും ബുദ്ധിമുട്ടിക്കാൻ അവർ അതിന് ഇൻട്രസ്റ്റ് എടുത്ത് അത് ചെയ്യുന്ന ആൾക്കാർ ഇന്നത്തെ കാലത്തും കാണാം. ഇന്നത്തെ കാലത്ത് ഈ ലോകത്ത് ഇങ്ങനെയുള്ള ആളുകൾ ഒരുപാടുണ്ട്. ഇപ്പോൾ ദുര്യോധനൻ്റെ മെൻറ്റാലിറ്റി ഉള്ള ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലും ഉണ്ടാവും. നമ്മൾ അതായത് അസൂയയുടെ ഒരു അറ്റമാണ്, എക്സ്ട്രീമാണ് ഇത്. മറ്റുള്ളവർക്ക് നല്ലത് വരാൻ ചെറിയ ഒരു കാര്യം പോലും നല്ലത് വരുന്നത് ഇഷ്ടമാവുന്നില്ല. എന്താ ചെയ്യുക? അപ്പോൾ അങ്ങനെ ദുര്യോധനൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ കൺമുമ്പിലില്ല, എന്നാലും അവർക്ക് അവരെങ്ങനെ ബുദ്ധിമുട്ടിക്കണമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ദുർവാസ മുനി അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് വരുന്നു. കൊട്ടാരത്തിലേക്ക് വരുന്ന സമയത്ത് ദുര്യോധനൻ വളരെ ഭംഗിയായിട്ട്, ദുര്യോധനൻ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് എവിടെ എന്ത് പറയണം എന്നുള്ളതും ആരെ എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യണം, ഇത് കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിയാം. തത്വങ്ങൾ നല്ലവണ്ണം അറിയുന്ന വ്യക്തിയാണ്. അദ്ദേഹം നല്ല അറിവുള്ള വ്യക്തിയാണ്. ഇദ്ദേഹമാണ് ദുര്യോധനനാവട്ടെ, രാവണനാവട്ടെ, ഹിരണ്യകശിപു ആവട്ടെ, ഇവർക്കൊക്കെ എല്ലാം അറിയാം. ഇവർക്ക് അറിയാത്തതിൻ്റെ കുഴപ്പമല്ല, തിയറി എല്ലാം അറിയാം. ഹിരണ്യകശിപുവിൻ്റെ 7ാമത്തെ സ്കന്ധത്തിൽ ഒരു സെക്ഷനുണ്ട്. ഹിരണ്യാക്ഷൻ മരിച്ചതിന് ശേഷം ഹിരണ്യകശിപു ദിതിയെയും ഹിരണ്യാക്ഷൻ്റെ ബാക്കി ഫാമിലിയെയും മൊത്തം അവരുടെ ഫാമിലി റിലേറ്റീവ്സ് എല്ലാവരും ഒരുപാട് വിഷമത്തിലായിരുന്നു. ആ സമയത്ത് ഇദ്ദേഹം ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്. ഹിരണ്യകശിപു
അവർക്ക് വേണ്ടിയിട്ട്, അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി. ഭഗവത്ഗീത ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അർജുനന്, നമ്മൾ ശരീരമല്ല ആത്മാവാണെന്ന് പറഞ്ഞ് ഭഗവാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്നാൽ ഭഗവത്ഗീതയുടെ ഒരു ഹയർ വേർഷൻ പോലെയാണ് അദ്ദേഹം അവിടെ പറയുന്നുണ്ടായിരുന്നത്. അതിമനോഹരമായിട്ടാണ് അദ്ദേഹം തത്വങ്ങൾ പറയുന്നത്, അതിമനോഹരമായിട്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു സെക്ഷൻ മാത്രം വായിച്ചു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഹിരണ്യകശിപു വലിയൊരു സ്കോളറായിട്ടുള്ളൊരു വ്യക്തിയാണെന്നുള്ളത്. സ്കോളർ മാത്രമല്ല, റിയലൈസ് ചെയ്തിട്ടുള്ള വ്യക്തി, വിജ്ഞാനം വന്നിട്ടുള്ളൊരു വ്യക്തിക്ക് എങ്ങനെ പറയാൻ സാധിക്കുകയുള്ളൂ. കാര്യം അദ്ദേഹം പറയുന്ന വാക്കുകളും ഉപയോഗിക്കുന്ന എന്താ പറയുക, ആ ഫിലോസഫി പറയുന്ന രീതിയുമൊക്കെ വളരെ ഡീപ്പാണ് ആക്ച്വലി. പക്ഷെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഫിലോസഫി അറിയാം, അദ്ദേഹത്തിന് തത്വങ്ങൾ അറിയാം, പക്ഷേ അത് ഉള്ളിൽ പുറമേ വായ കൊണ്ട് പറയുന്നു എന്ന് മാത്രം. അത് ജീവിതത്തിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് ആചരിക്കുന്നില്ല, നേരെ ഓപ്പോസിറ്റാണ് ചെയ്യുന്നത്. അതാണ് വ്യത്യാസം. അപ്പോൾ തത്വങ്ങൾ അറിഞ്ഞതുകൊണ്ട് കാര്യമില്ല, ജ്ഞാനം മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, വിജ്ഞാനം വേണം. വിജ്ഞാനം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യുമ്പോഴാണത് വിജ്ഞാനം വരുന്നത്. മനസ്സിലാക്കിയിട്ടുള്ള ജ്ഞാനം നമ്മളത് പ്രാവർത്തികമാക്കുമ്പോഴാണത് വിജ്ഞാനമാവുന്നത്. നമ്മൾ അത് ഉപയോഗിച്ച് അത് നമ്മുടെ ലൈഫിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അത് റിയലൈസേഷൻസ് കിട്ടുന്നു അതിൽ നിന്ന്. ഇല്ലെങ്കിൽ അത് വെറും ഒരു തിയറിറ്റിക്കൽ നോളജാണ്, അതുകൊണ്ട് ഒരു കാര്യമില്ല. രാവണനും ഇതുപോലെയായിരുന്നു. രാവണൻ ഇതിനും കേമനായിരുന്നു. ഇവരൊക്കെ കേമന്മാരാണ്. പക്ഷേ എന്താണ് പ്രശ്നം? മനസ്സിൽ ചിന്തകൾ മാത്രം, അല്ലെങ്കിൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളൊരു ഭാവമാണ് അവർക്കുള്ളത്. അപ്പോൾ ഈ ജ്ഞാനം മാത്രമേ ഉള്ളൂ, തിയറി, പക്ഷേ വിജ്ഞാനമില്ല. ഇത് നമുക്കുള്ളൊരു ആദ്യത്തെ പാഠമാണ്. അതായത് ജ്ഞാനം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. എന്നും ഭഗവത്ഗീത വായിക്കുന്നുണ്ടാവും, ഭാഗവതം പഠിക്കുന്നുണ്ടാവും, കേൾക്കുന്നുണ്ടാവും, സത്സംഗത്തിലിരിക്കുന്നുണ്ടാവും, ഒക്കെ ശരി, നല്ല കാര്യങ്ങൾ, ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്, സംശയമില്ല. പക്ഷേ നമ്മൾ ആ കേൾക്കുന്ന കാര്യങ്ങൾ, പഠിക്കുന്ന കാര്യങ്ങൾ, ഒരുപാട് കഥകളൊക്കെ ആയിരിക്കും നമ്മൾ കേൾക്കുന്നത്. പക്ഷെ ആ കഥ കേൾക്കുക, എൻജോയ് ചെയ്യാം നമുക്ക്. തീർച്ചയായിട്ടും കാര്യം അതീന്ദ്രിയ തലത്തിലുള്ള കാര്യങ്ങളാണ്, ആത്മീയ തലത്തിലുള്ള ആധ്യാത്മികമായിട്ടുള്ള അല്ലെങ്കിൽ ഭഗവാന്റെ ലീലകളെല്ലാം ദിവ്യമാണ്. അത് കേൾക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ശുദ്ധീകരണം നടക്കുന്നു, കേൾക്കുവാനും നല്ല രസമാണ്, ഇഷ്ടമാണ്, ഒക്കെ ശരിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ കുറേ കാര്യങ്ങൾ ഈ കഥകളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ ലെസൺസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആചരിക്കുമ്പോഴാണ് പൂർണ്ണമാവുന്നത്. പലപ്പോഴും ആ ഒരു പാർട്ട് നടക്കുന്നില്ല. പാഠം പഠിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് ആചരിക്കുക എന്ന് പറയുന്നത് നടക്കുന്നില്ല. കഥകളൊക്കെ എൻ്റർടൈൻമെൻറ്റ് പോലെ കേട്ടു പോകുന്നുണ്ടാവും, തത്വങ്ങളും തിയറിറ്റിക്കലി പഠിക്കുന്നുണ്ടാവും, ശ്ലോകങ്ങളും കാണാതെ പഠിക്കുന്നുണ്ടാവും. പക്ഷേ അത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ കാര്യം എവിടെയാണ്? കാര്യം എന്താണ് ഉള്ളത്? അപ്പോൾ അതേപോലെയാണ് ഇവരുടെ കാര്യങ്ങൾ. ദുർവാസ മുനി വന്ന സമയത്ത് ദുര്യോധനൻ അപ്പോൾ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന് അറിയാം ദുർവാസ മുനി ക്ഷിപ്രപ്രസാദിയാണ്, ക്ഷിപ്രകോപിയുമാണ്, ഭഗവാൻ ശിവൻ്റെ അവതാരം എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അദ്ദേഹത്തിന് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് വേണ്ട സൽക്കാരമൊക്കെ കൊടുത്തു. ദുർവാസ മുനിയെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ എല്ലാം ചെയ്തു കൊടുത്തു. ദുര്യോധനൻ അറിയാം, സന്തോഷിപ്പിച്ചാൽ പിന്നെ ദുർവാസ മുനി എന്ത് ചോദിച്ചാൽ എന്ത് വരം തരാനും തയ്യാറാണ്. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് വരവും കൊടുക്കും. ദേഷ്യം വന്നു കഴിഞ്ഞാൽ ശപിക്കുകയും ചെയ്യും. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ ദുർവാസ മുനിയുടെ ഒരുപാട് സ്റ്റോറീസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആർക്കെങ്കിലും ഓർക്കാൻ സാധിക്കുന്നുണ്ടോ ഏതെങ്കിലും സ്റ്റോറി? ദുർവാസ പറഞ്ഞു കഴിയട്ടെ. ദുർവാസ മുനി ശപിക്കുന്നതും അതേപോലെ അനുഗ്രഹിക്കുന്നതും രണ്ടും. അംബരീഷിന്റെ ആണോ? എന്ത് വെക്കണോന്ന് ചോദിച്ചേ? പെട്ടിയോ? എന്തോ കേട്ടു ഇവിടെ. രണ്ട് കഥകളും രണ്ട് സിറ്റുവേഷൻ ഞാൻ പറയുന്നുണ്ട്. ഒന്ന് അനുഗ്രഹിക്കുന്നതും ഓർക്കുക, ശപിക്കുന്നതും ഓർക്കുക. അംബരീഷിന്റെ കഥയിൽ ശപിക്കുന്നുണ്ട്. ദേഷ്യം വരുന്നുണ്ട്, അദ്ദേഹത്തിന് ദേഷ്യം വന്നിട്ട് അദ്ദേഹം റിയാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതൊരു നല്ലൊരു എക്സാമ്പിൾ ആണ്. കുന്തി ദേവിക്ക് അനുഗ്രഹം കൊടുക്കുന്നു, അത് നമ്മൾ വായിച്ചു ഓൾറെഡി. യെസ്, കറക്റ്റ്. യെസ്,
ഇനി അതേപോലെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഓർത്ത് നോക്കൂ. രാധാറാണിക്ക് ആ അനുഗ്രഹം കൊടുക്കുന്നു. രാധാറാണിക്ക് അനുഗ്രഹം കൊടുക്കുന്നുണ്ട് അല്ലേ? ദുർവാസമുനി വന്ന അതെ സമയത്ത് നല്ല രീതിയിൽ രാധാറാണി കുട്ടിയായിരുന്നു, പക്ഷെ നല്ല രീതിയിൽ ഹരേ കൃഷ്ണ. ഹരേ ഓക്കെ, നോ പ്രോബ്ലം. രാധാറാണിക്ക് അനുഗ്രഹം കൊടുക്കുന്നുണ്ട്. രാധാറാണിയോട് പറഞ്ഞു രാധാറാണി എന്ത് ഉണ്ടാക്കിയാലും അത് അമൃത തുല്യമാവുമെന്ന്. ഒരുപാട് ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിന് രാധാറാണിയെ. എനിവേ, അതൊരു എക്സാമ്പിളാണ്, നല്ലൊരു എക്സാമ്പിളാണ്. വേറെ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ദേവേന്ദ്രന് മാല കൊടുത്തത് പൂവ്. ദേവേന്ദ്രന് മാല. ഓക്കെ, ദേവേന്ദ്രൻ നല്ല രീതിയിൽ അദ്ദേഹത്തോട് ഡീൽ ചെയ്തപ്പോൾ ഡെഫിനറ്റ്ലി ദുർവാസമുനി മാല കൊടുത്തു. പക്ഷെ അതിന് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് അടുത്ത പ്രശ്നം. ദേവേന്ദ്രൻ അത് വേണ്ട രീതിയിൽ സ്വീകരിച്ചില്ല. അതെ, ആന അതിനുശേഷം പിന്നെ അത് വലിയൊരു പ്രശ്നമായി മാറി അല്ലേ? അവിടെ നിന്ന് തുടങ്ങുവാണ് ആക്ച്വലി. ഓക്കെ, ഗുഡ്, നല്ലൊരു പോയിന്റ്. വേറെ എന്തെങ്കിലും ഓർക്കുന്നു? നല്ലതാണ് ഇടയ്ക്ക് ഒരു ബ്രെയിൻ എക്സസൈസ്. ശപിക്കുന്നതോ വേറെ എവിടെയെങ്കിലും? അംബരീഷ് മഹാരാജാവിൻ്റെ അല്ലാതെ? യെസ്, ഓർമ്മ വരുന്നുണ്ടോ എന്തെങ്കിലും? ഓക്കെ, പിന്നീട് ഓർത്താൽ മതി. എനിവേ, അപ്പോൾ ദുർവാസമുനി അവിടെ വന്നു. വളരെ ഭംഗിയായിട്ട് ദുര്യോധനൻ എല്ലാം ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. ഒരുപാട് സന്തോഷമായി. അപ്പോൾ ദുർവാസമുനി സന്തോഷമായി കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത് എന്താണ് വേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ദുർവാസമുനി. സന്തോഷമായി കഴിഞ്ഞാൽ അദ്ദേഹം അനുഗ്രഹിക്കുമെന്നറിയാം. ദുര്യോധനൻ ആ ഒരു അവസരം എടുക്കുന്നു. മുതലെടുത്തുകൊണ്ട് പറയുന്നു, എനിക്കൊരു ആഗ്രഹമുണ്ട്, അത് അങ്ങ് നടത്തി തരുമെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. ദുർവാസമുനി പറഞ്ഞു, എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ ശരിയാക്കാം. എന്ത് ആഗ്രഹിക്കുന്നു അത് ഞാൻ ചെയ്തു തരും. ബിക്കോസ് ഒരുപാട് സന്തോഷമായി. നിൻ്റെ സത്കാരത്തിനും നിൻ്റെ എല്ലാവിധ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സിനും ഞാൻ ഒരുപാട് സന്തോഷമായി എനിക്ക്. അതുകൊണ്ട് ഇന്നും തരാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ പറയുന്നു. യുധിഷ്ഠിര മഹാരാജാവും പാണ്ഡവരൊക്കെ കാട്ടിലാണ്, ഇപ്പോൾ വനവാസത്തിലാണ്. അപ്പോൾ അവിടെ പോകണം. അവരുടെ വീട്ടിൽ നിങ്ങളുടെ ദുർവാസമുനിയോട് പറയുന്നു, എല്ലാ ശിഷ്യരെയും കൊണ്ട് അവിടെ പോകണം. ഒറ്റയ്ക്ക് പോകാനല്ല പറയുന്നത്, എല്ലാ ശിഷ്യരെയും കൊണ്ട് പോകണം. അപ്പോൾ ദുര്യോധനന് അറിയാം അദ്ദേഹത്തിന് 10,000 ശിഷ്യന്മാരുണ്ടോ എന്നുള്ളത്. എല്ലാവരെയും കൊണ്ട് പോകണം. മാത്രമല്ല പോകുന്ന സമയവും പറയുന്നു. അങ്ങനെ എപ്പോഴും കയറി പോകാനല്ല പറയുന്നത്, എപ്പോഴെങ്കിലും പോകാമെന്നുള്ളതല്ല പറയുന്നത്. അവിടെ ദ്രൗപദി ദേവി പ്രസാദം കഴിച്ചതിന് ശേഷമുള്ള സമയത്ത് പോകണം എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര വലിയ പ്ലാനിങ് ആണ് ദുര്യോധനൻ ചെയ്യുന്നത് നോക്കൂ. എത്ര വലിയ പ്ലാനിങ്, എത്ര ഇതാണ് ദുഷ്ടർ എന്തും. അതായത് ഒരാളെ നശിപ്പിക്കണമെങ്കിൽ അത് ഏത് എക്സ്ട്രീമിലേക്ക് വേണമെങ്കിൽ പോകാൻ തയ്യാറാണ് അവർ. അസൂയുള്ളവരും ദുഷിച്ച മനസ്സുള്ളവരും അവർക്ക് എങ്ങനെയെങ്കിലും വളരെ, അതായത് എല്ലാ ലൂപ്പ് ഹോൾസും അടയ്ക്കാൻ നോക്കുകയാണ് അവർ. അതാണ് നമ്മുടെ ഹിരണ്യകശിപു വരം ചോദിക്കുന്നത് ഇതേപോലെയാണ്. ഹിരണ്യകശിപുവിൻ്റെ ആഗ്രഹം എന്തായിരുന്നു? ബ്രഹ്മാവിൻ്റെ പൊസിഷനായിരുന്നു ആഗ്രഹിച്ചത്. ബ്രഹ്മാവിൻ്റെ പൊസിഷൻ കൊടുക്കാൻ പറ്റില്ല, അതിനുള്ള ക്വാളിഫിക്കേഷൻ അദ്ദേഹത്തിനില്ല. പിന്നെ ബ്രഹ്മാവിൻ്റെ പൊസിഷൻ ബ്രഹ്മാവല്ല കൊടുക്കുന്നത്, ഭഗവാനാണ് കൊടുക്കേണ്ടത് ആക്ച്വലി. അതെന്തായാലും അപ്പം നടക്കില്ല. അപ്പോൾ അത് നടക്കില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ട് ബ്രഹ്മാവിനോട് ചോദിച്ചു, അമരത്വം ചോദിച്ചു. ബ്രഹ്മാവ് പറഞ്ഞു, എനിക്ക് പോലും ഇല്ല, എനിക്ക് തരാൻ പറ്റില്ല. പിന്നെ അദ്ദേഹം ആലോചിച്ചു ഇനി എന്ത് ചോദിക്കാൻ പറ്റുമോ എന്നുള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ദുർബുദ്ധിയിൽ വന്നു. മാക്സിമം എല്ലാ കോമ്പിനേഷൻസിലും പറയുന്നു, അങ്ങനെ എന്നെ കൊല്ലാൻ പാടില്ല, ഇതുകൊണ്ട് പാടില്ല, ആയുധം പാടില്ല, മനുഷ്യർ പാടില്ല, മൃഗങ്ങൾ പാടില്ല, കാലത്ത് പാടില്ല, രാത്രി പാടില്ല, എല്ലാം പറഞ്ഞു അദ്ദേഹം. അദ്ദേഹത്തിന് ഓർമ്മ വന്നതും, അല്ലെങ്കിൽ നമ്മൾ ജനറലി നോക്കുവാണെങ്കിൽ എല്ലാ ലൂപ്പ് ഹോൾസും അദ്ദേഹം അടയ്ക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ എന്ത് സംഭവിച്ചു? അത് ബ്രേക്ക് ചെയ്യാനും ഭഗവാന് സാധിക്കും. അതേപോലെയാണ് ഇവിടെ പറയുന്നത്. എല്ലാം കഴിഞ്ഞതിന് ശേഷം, അവരെല്ലാവരും ഭക്ഷണം കഴിച്ചതിന് ശേഷം, പ്രത്യേകിച്ചും ദ്രൗപദി ദേവി കഴിച്ചതിന് ശേഷം അവിടെ പോകണം എന്നുള്ളത്. ദുർവാസമുനിക്ക് വേണമെങ്കിൽ ചോദിക്കാമായിരുന്നു എന്തുകൊണ്ട് അങ്ങനെ. ദുർവാസമുനിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ദുര്യോധനനെ അനുഗ്രഹിക്കണം, ദുര്യോധനനെ സന്തോഷിപ്പിക്കണം, അത്രയേ ഉള്ളൂ.
എന്തുകൊണ്ട് എന്നുള്ളത് ഒരു ദുർവാസ മുനിയും ചിന്തിക്കുന്നില്ല. ദുർവാസ മുനി പറഞ്ഞു, ഓക്കെ, നീ പറയുന്ന പോലെ ദ്രൗപദി കഴിച്ച് കഴിയുന്ന സമയത്ത് ഞാൻ പോവാം എന്നുള്ള രീതിയിൽ പറയുന്നു. കാര്യം അദ്ദേഹം വാക്ക് കൊടുത്തു, എന്തും ഞാൻ ചെയ്യാമെന്നുള്ളത്. ഇനി അത് എന്തുകൊണ്ട് എന്നുള്ളതിന് ചോദിക്കുന്നില്ല അദ്ദേഹം. ബിക്കോസ് ഇങ്ങനെയാണ്, ഇപ്പോൾ ദേവതമാരുടെ അനുഗ്രഹമാണെങ്കിലും ദേവതമാരുടെ അനുഗ്രഹവും ഭഗവാന്റെ അനുഗ്രഹവും തമ്മിൽ വ്യത്യാസം ഇതാണ്. ഇപ്പോൾ ദുർവാസ മുനി ഭഗവാൻ ശിവൻ്റെ അവതാരമായിട്ട് പറയുന്നത് കൊണ്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ബ്രഹ്മാവാവട്ടെ ശിവനാവട്ടെ ഇവരൊക്കെ വരങ്ങൾ കൊടുക്കുന്നുണ്ട്. അവർ പല വരങ്ങളും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, അവർ എന്തുകൊണ്ട് കൊടുക്കുന്നു? അവർക്കറിയാം ചിലപ്പോൾ ഈ വ്യക്തി ചിലപ്പോൾ അത് മിസ്യൂസ് ചെയ്യാം കൊടുക്കുന്ന വരം. അല്ലെങ്കിൽ ഓഫ് കോഴ്സ് അതന്നെ ഈ ഒരു വരം കൊടുത്താൽ മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് അവർക്ക് അറിയാതിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ നമുക്ക്? അവർക്ക് അറിയാതിരിക്കില്ല. ബിക്കോസ് ആ വ്യക്തി ദുഷ്ടനാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു തോന്നും. പക്ഷെ എന്നാലും അത് ചെയ്യുന്നു, സംഭവിക്കുന്നുണ്ട്. നമുക്ക് പറയാൻ ലീലയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ സാധിക്കും. പിന്നെ വേറൊരു കാര്യം പറയാൻ നമുക്ക്, വേറൊരു കാര്യം ആചാര്യന്മാർ പറയുന്നത് വെച്ചാൽ അവർ നമ്മളെപ്പോഴും പറയുന്ന എക്സാമ്പിൾസാണ് ദേവതമാരും, അതായത് നമ്മുടെ സ്വന്തം അച്ഛനും വേറെ കടയിലെ ഒരു അങ്കിളും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളത് അല്ലേ. സ്വന്തം അച്ഛനാണെങ്കിൽ കുട്ടികൾക്ക് നല്ലത് മാത്രം വരുന്നത് ചെയ്തു കൊടുക്കുകയുള്ളൂ. എന്നാൽ വേറെ ഒരാളാവുമ്പോൾ, വേറെ അയൽവക്കത്തെ ഒരാളാണെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് അത് അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി വരുന്നില്ല. അതേപോലെയാണ് ഈ ദേവതമാർ അവർ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നില്ല, അവർ ചോദിക്കുന്നത് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, അത് മനസ്സിലായി. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കൂ, എന്തുകൊണ്ടായിരിക്കും ദേവതമാർ അനുഗ്രഹം കൊടുക്കുന്നത്? അവർക്കറിയാം ഒരു പക്ഷേ ഇത് മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. എന്നാൽ എന്നും അവർക്ക് അറിയാഞ്ഞിട്ടായിരിക്കില്ല, അവർക്ക് അറിയുന്നുണ്ടാവും, അത് ആലോചിക്കാതെ ആയിരിക്കില്ല. കാരണം ഭഗവാൻ ശിവനും ബ്രഹ്മാവും ഒക്കെ സാധാരണ ആളുകളാണെന്ന് തോന്നുന്നുണ്ടോ? അവർക്ക് എന്താ ഇത് അറിയില്ലേ? ഹിരണ്യകശിപുവിനെ പോലെ ആളും രാവണനെ പോലുള്ള ആളൊക്കെ എന്തുകൊണ്ട് അവർ ചിന്തിക്കുന്നു, എന്തുകൊണ്ട് അവരിതൊക്കെ ചോദിക്കുന്നു എന്ന് അവർക്കറിയാം. പക്ഷേ എന്നാലും കൊടുക്കുന്നു. എന്താണ് തോന്നുന്നത്? ഭഗവാന്റെ പ്ലാനാണ്, ഭഗവാൻ അവതരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അങ്ങനല്ലേ ഇപ്പൊ? ഓക്കെ, ഭഗവാൻ അവതരിക്കാൻ വേണ്ടിയിട്ട് ലീലയുടെ ഭാഗമായിട്ട് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, അതൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ്, കറക്റ്റായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് തന്നെയാണ്. വേറെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ദുരുപയോഗം ചെയ്താലും ഭഗവാൻ വന്ന് രക്ഷിക്കുമെന്ന് അവർക്കറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ആദ്യത്തെ കാര്യം മാതാജി പറഞ്ഞത് ഭഗവാൻ വഴിക്ക് അവർക്ക് മുക്തി കിട്ടുമെന്നുള്ളത്, അതോടുകൂടി അവരുമായിട്ട് ബുദ്ധിക്ക് സംഭവിക്കുന്ന ദുരിതങ്ങളിൽ നിന്നും ഒരു അന്ത്യമുണ്ടാകും. ഒന്നുകൂടെ പറയൂ. അവരങ്ങനെ ഭഗവാൻ അവതരിച്ച് അവർക്ക് മുക്തി ഉണ്ടാവും. അങ്ങനെ ഭൂമിയിൽ അവരിൽ നിന്നുണ്ടാവുന്ന ഉപദ്രവങ്ങളിൽ നിന്ന് ഭൂമിക്ക് സമാധാനം ഉണ്ടാവും എന്നുള്ള. ഓക്കെ, അത് ശരി. പക്ഷേ വരം കൊടുത്തില്ലെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹിരണ്യകശിപുവിന് ബ്രഹ്മാവ് ഈ വരങ്ങളൊക്കെ കൊടുത്തില്ലെങ്കിൽ അദ്ദേഹം ഇത്രയും പവർഫുൾ ആവില്ലായിരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ. അതേപോലെ തന്നെ രാവണൻ ഒരുപാട് രാവണനെ ഭഗവാൻ ശിവൻ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇതേപോലെ ശിവൻ വേറെ അസുരന്മാർക്കും വരങ്ങൾ കൊടുത്തതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അത് പക്ഷെ അവർ മിസ്യൂസ് ചെയ്തിട്ടുണ്ട്. അവർ മിസ്യൂസ് ചെയ്യും എന്നറിയാം. ഓക്കെ, ഭഗവാൻ വരും, അവതരിക്കും, അവരെ രക്ഷിക്കും, ഭഗവാന്റെ ഗ്ലോറി, ഭഗവാന്റെ മഹത്വം കൂടുതൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് ഓക്കെ, അത് അണ്ടർസ്റ്റാൻഡിങ് ആണ്, അല്ല അത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ എന്നാലും അത് അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം? ഇപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താണ് തോന്നുന്നത്? ഒന്നുകൂടെ ചിന്തിച്ചു നോക്കൂ, എന്തായിരിക്കാം? ഭഗവാന്റെ ആജ്ഞ അനുസരിച്ചിട്ടാണോ പ്രഭു? ഭഗവാന്റെ ആജ്ഞ അനുസരിച്ചിട്ടാണോ അവരത് ചെയ്യുന്നത്? ഭഗവാന്റെ ആജ്ഞ അനുസരിച്ചിട്ട് ഓക്കെ, ഭഗവാൻ അങ്ങനെ നോക്കുകയാണെങ്കിൽ ശത്രു നിഗ്രഹത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഭൂമിയിൽ സമാധാനം നിലനിർത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഇത് നടക്കണം എന്നുള്ള
ഓക്കെ, ഭഗവാന്റെ സമ്മതമില്ലാണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, ഈവൻ ദേവതമാർക്ക് ഒരു വരം കൊടുക്കണമെങ്കിലും ഭഗവാന്റെ സമ്മതം വേണം, സംശയമില്ല ആ കാര്യത്തിൽ. അത് സംശയമില്ല. ഹരേ കൃഷ്ണ. പക്ഷെ എന്നാലും അത് ഹരേ കൃഷ്ണ. ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ വളഞ്ഞ വഴിക്ക് പോകേണ്ട കാര്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഹരേ കൃഷ്ണ. അവർ യെസ്. ക്ഷിപ്രപ്രസാദികളായതുകൊണ്ടാണ് പ്രഭുജി. ഇല്ല അവൻ ഓക്കെ ഓക്കെ, ക്ഷിപ്രപ്രസാദി ആവട്ടെ, അതോ ഇനി ക്ഷിപ്രപ്രസാദി അല്ലെങ്കിൽ പോലും എന്തിന് അവർ അറിഞ്ഞുകൊണ്ട് എന്ത് കൊടുക്കണം ഈ അസുരന്മാർക്ക്? വരം കൊടുത്തു കഴിഞ്ഞാൽ അവർ ദുർവിനിയോഗം ചെയ്യുമെന്ന് അറിഞ്ഞിട്ട്, അതാണ് ചോദ്യം. ഇവര് ഇതല്ലേ ജയവിജയന്മാരായിരുന്നു ഇവർക്ക്. ആ, അതല്ലേ അതില് ഓക്കെ, അത് ഹിരണ്യകശിപുവിന്റെ കേസാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം, രാവണന്റെ കേസാണെങ്കിലും. ബാക്കിയുള്ളവരുടെ അവര് മാത്രമല്ലല്ലോ, ഇതല്ലാതെ വേറെ ആളുകൾക്കും കൊടുത്തിട്ടുണ്ട്. എത്ര അസുരന്മാർക്ക് ശിവൻ കൊടുത്തിട്ടുണ്ട് അനുഗ്രഹം? അത് അത്രയധികം അവരെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തുമ്പോ കൊടുക്കാതെ പറ്റില്ലല്ലോ. വാശി പിടിച്ച കുട്ടിക്ക് കൊടുക്കാന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഓക്കെ, വാശി പിടിക്കുന്നതുകൊണ്ട് കൊടുത്തു പോകുന്നതാണ്. എന്തെങ്കിലും അവിടെ എടുത്തോളാൻ പറഞ്ഞിട്ട് കൊടുക്കുന്ന പോലെ അല്ലേ? ഓക്കെ, അതെ, മരുന്ന് പോയി കിട്ടൂട്ടോ. അങ്ങനെ ഇത്രയും റെസ്പോൺസിബിൾ ആയിട്ടുള്ള പൊസിഷനിലിരിക്കുന്ന ശിവനും ബ്രഹ്മാവിനും അങ്ങനെ ഗുണാവതാരങ്ങളാണ് അവര്. അവർക്ക് അങ്ങനെ സില്ലിയായിട്ട് എടുത്ത് ഓക്കെ കരയുന്നുണ്ട് അതുകൊണ്ട് കൊടുക്കാം പിടിക്കുക. അത്രയും തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തുന്നുണ്ടല്ലോ പ്രഭു. ഓക്കെ, പ്രീതിപ്പെടുത്തുന്നുണ്ട്, ശരിയാണ്. യെസ്. ദേവന്മാരെ പൂജിക്കുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് താൽക്കാലികമായിട്ടുള്ളതല്ല, ചിലപ്പോ അതുകൊണ്ടായിരിക്കും. താൽക്കാലികമാണ്, ശരിയാണ്. ഓക്കെ, പക്ഷെ എന്തിനു വരം കൊടുക്കണം? അപ്പൊ അതുകൊണ്ട് വരം കൊടുത്തു കഴിഞ്ഞാലും അതുകൊണ്ട് പ്രശ്നമില്ലല്ലോ, താൽക്കാലികമല്ലേ. താൽക്കാലികമാണെങ്കിലും ഇത്രയും ഹെവോക്ക് ഉണ്ടാക്കണില്ലേ ഇവര്? ചെറിയ പ്രശ്നങ്ങളൊന്നല്ലല്ലോ ഹിരണ്യകശിപു ഉണ്ടാക്കിയിട്ടുള്ളത്. ദേവതമാരെ ഇന്ദ്രനും ചന്ദ്രനൊക്കെ വളർന്ന് കുക്കിംഗ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വന്നു. അവസാനം പച്ചക്കറി മുറിക്കുന്നു, വീശി കൊടുക്കുന്നു, ചാമര എടുത്ത് ചാമര ഡുലാബോ കബേ ഏയ് മുഖചന്ദ്ര ആര് ചെയ്യുന്നുണ്ടായിരുന്നേ? ഇന്ദ്രനും ചന്ദ്രനൊക്കെ വീശി. ഇത്രയും സിറ്റുവേഷനിലേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, ടെമ്പററി ആണെങ്കിലും ഓഫ് കോഴ്സ്. ഓക്കെ, താങ്ക് യു മാതാജി. വേറെ എന്തെങ്കിലും ചിന്തിച്ചു നോക്കൂ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? കുറേ പേര് ഏകദേശം നിങ്ങൾ പറഞ്ഞ കുറേ പോയിന്റ്സൊക്കെ ഒരുമിച്ച് ആക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പോയിന്റ് കിട്ടും. ഓക്കെ, ഒരു കാര്യം പറഞ്ഞിരുന്നു. ഭഗവാന്റെ ലീലകൾക്ക് വേണ്ടിയിട്ട് അവര് സപ്പോർട്ട് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു ഇവിടെ. ഓക്കെ, അത് അഗ്രി ചെയ്യുന്നു, കറക്റ്റാണ്, അത് കറക്റ്റാണ്. പക്ഷെ അതിൽ കുറച്ചും കൂടെ നമുക്ക് കുറച്ചും കൂടെ നെക്ടർ ആഡ് ചെയ്യാൻ പറ്റും. പറയൂ. ഈ അസുരന്മാര് പൂർവജന്മത്തിൽ ചെയ്ത അവരുടെ നല്ല ഗുണങ്ങളുടെ ഒരു ഇത് നല്ല സൽപ്രവർത്തികൾക്ക് ഉണ്ടായിരുന്നുണ്ടാവുമല്ലോ, അതിന് ആവാനും വഴിയുണ്ടല്ലോ. ഹിരണ്യകശിപു പൂർവ്വജന്മത്തിൽ ചെയ്തിട്ടുള്ള ഓസ്റ്റെറിറ്റിക്ക് അല്ല ബ്രഹ്മാവ് കൊടുത്തത്. അദ്ദേഹം ആ ജന്മത്തില് എത്ര വർഷമാണ്? 1000 വർഷം, 1000 ഉപരിലോകങ്ങളിലെ ദേവന്മാരുടെ വർഷമാണ് അദ്ദേഹം തപസ് ചെയ്തത്. അദ്ദേഹത്തിന്റെ തപസ് കാരണം, ഈ താപം കാരണം ആളുകൾക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതായിരുന്നു അവസ്ഥ അല്ലേ? അപ്പോൾ മുൻജന്മത്തിലെ ഇവിടെ ഹിരണ്യകശിപുവിന്റെ കേസിലും മറ്റേ വേറെ ഏതാസുരന്മാരുടെ കേസിലും നോക്കുവാണെങ്കിൽ ഓക്കെ, ജയവിജയന്മാരുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല, ബിക്കോസ് അത് ഇവിടെ. ബട്ട് സ്റ്റിൽ മേ ബി അത് ആയിക്കൊള്ളണമെന്നില്ല റീസൺ. ഓക്കെ, മേ ബി ആവാം, മേ ബി ആവാതിരിക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. നിങ്ങൾ പറഞ്ഞതൊക്കെ കറക്റ്റാണ്, എല്ലാവരും പറഞ്ഞത് കറക്റ്റാണ്. എന്നാൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഈ ഹിരണ്യകശിപു അല്ലെങ്കിൽ ഇതേപോലുള്ള അസുരന്മാർ ഇവർ വരം ചോദിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവർ ഇൻറ്റൻഷൻ ശരിയല്ല. ഓക്കെ, അത് ഇവർക്കറിയാം, ഇൻറ്റൻഷൻ ശരിയല്ല, മിസ്യൂസ് ചെയ്യുമെന്നുള്ളത് അവർക്ക് അറിയാം. പക്ഷേ എങ്കിലും ഇത് എന്തുകൊണ്ട് ചെയ്യുന്നുവെന്ന് വെച്ചാൽ, ഒന്ന് ഭഗവാന്റെ ലീലയിൽ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി, ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നു. കാര്യം ബ്രഹ്മാവാവട്ടെ ശിവനാവട്ടെ ഇവരൊക്കെ ഭഗവാന്റെ സെർവൻസ് ആണ്. അതാണ് ഒരു പോയിന്റ്. 2,
ഈ ദേവതമാർ, സോറി, ഈ ഹിരണ്യകശിപുവിനെ പോലുള്ള അസുരന്മാർ, ദുര്യോധനാവട്ടെ, ഹിരണ്യകശിപു ആവട്ടെ, രാവണനാവട്ടെ, ഇവരെ ആര് വേണമെങ്കിൽ എടുത്തോളൂ, അവർ വിഷ്ണുവിൻ്റെ മുമ്പിൽ, കംസനാവട്ടെ, വിഷ്ണുവിൻ്റെ മുമ്പിൽ അവർ തലകുനിക്കാൻ തയ്യാറല്ല. വിഷ്ണുവിനോടാണ് അവർക്ക് വിദ്വേഷം. ശരിയാണോ? ചിന്തിച്ചു നോക്കൂ. കംസൻ എത്രമാത്രം ദേഷ്യം ഉണ്ടായിരുന്നു വിഷ്ണുവിനോട്. ഹിരണ്യകശിപുവിനും എത്രമാത്രം അസൂയ ഉണ്ടായിരുന്നു വിഷ്ണുവിനോട്. ദുര്യോധനൻ്റെ മുമ്പിൽ കൃഷ്ണൻ വന്ന് വിശ്വരൂപം പോലും കാണിച്ചു കൊടുത്തിട്ടും ദുര്യോധനൻ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. അതായത് ഈ പറയുന്ന ആളുകളെല്ലാം ഭഗവാന്റെ മുമ്പിൽ ഒന്ന് കുമ്പിടാൻ അവർ തയ്യാറല്ല. അത്രമാത്രം ആസുരികമായിട്ടുള്ള ഒരു മനസ്സാണ് അവർക്കുള്ളത്. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഇതേപോലെ ബ്രഹ്മാവിനെ ശിവനെ പോലുള്ള ഭഗവാന്റെ വേണ്ടപ്പെട്ട അത്രയും പ്രിയപ്പെട്ട ഭക്തരാണ്, പ്രിയപ്പെട്ട പ്രതിനിധികളാണ്. അപ്പം അവരെ ഉപയോഗിച്ചുകൊണ്ട് എന്താ ചെയ്യുന്നത്? കാര്യം ഇവർ ശുദ്ധഭക്തരാണ് രണ്ടുപേരും, ബ്രഹ്മാവട്ടെ ശിവനാവട്ടെ, ഒരു ഭക്തരാണ്, ഭഗവാന്റെ അത്രയും പ്രിയപ്പെട്ട ഭക്തരാണ്. വൈഷ്ണവാനാം യഥാശംഭു 1. 2, ബ്രഹ്മാവ് ക്രിയേഷൻ ചെയ്യാൻ വേണ്ടി ഭഗവാനെ സഹായിക്കുന്ന വ്യക്തിയാണ്. അത്രയും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പൊസിഷൻ ഗുണാവതാരങ്ങളിൽ വരുന്നതാണ്. അപ്പം ഇവർക്ക് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതേപോലുള്ള മറ്റേ നമ്മുടെ അസുരന്മാർ, നമ്മൾ പറഞ്ഞ ഹിരണ്യകശിപുവും രാവണനും, ഇവരൊന്നും ഭഗവാന്റെ മുമ്പിൽ കുമ്പിടാൻ അല്ലെങ്കിൽ ഭഗവാന്റെ മുമ്പിൽ അവരുടെ തല കുനിക്കാൻ അവർ തയ്യാറല്ല. ഭഗവാനോട് അവർക്ക് ദേഷ്യമാണ്. എന്നാൽ ഇവർക്ക് അറിയാം, ബ്രഹ്മാവിനെയും ശിവനെയും ആരാധിച്ചു കഴിഞ്ഞാൽ, അവരെ പ്രീതിപ്പെടുത്താൻ നോക്കിക്കഴിഞ്ഞാൽ കാര്യം നടക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടോ ഇഷ്ടപ്പെടാതെയോ എന്തെങ്കിലും ആവട്ടെ, ഇവരുടെ മുമ്പിൽ ഇവർ തല കുനിക്കുന്നുണ്ട്. രാവണനും അദ്ദേഹം ഇത്രയും തപസ് ചെയ്തപ്പോഴും ഭഗവാൻ ശിവൻ്റെ മുമ്പിൽ തലകുനിക്കേണ്ടി വന്നു. കാര്യം തലകുനിച്ച് വിനയത്തോടുകൂടി അവർക്ക് വേണ്ടി അവരെ ആരാധിച്ച് അവരെ സാറ്റിസ്ഫൈ ചെയ്താലേ അവർ വരം കൊടുക്കുള്ളൂ എന്നറിയാം. അപ്പം ഇഷ്ടപ്പെട്ടിട്ടോ ഇഷ്ടപ്പെടാതെയോ അവർ മുമ്പിൽ തലകുനിക്കുന്നു. ഹിരണ്യകശിപുവിൻ്റെ കേസിൽ സെയിം ഭാഗവതത്തിലെ 7ാമത്തെ സ്കന്ധത്തിൽ പറയുന്നുണ്ട്. ഹിരണ്യകശിപു, ബ്രഹ്മാവ് അവിടെ ദർശനം കൊടുക്കുന്ന സമയത്ത് ഹിരണ്യകശിപു നമസ്കരിക്കുന്നുണ്ട്. അവിടെ ദണ്ഡവത്ത് പ്രണാമം ചെയ്യുന്നുണ്ട്. ആരുടെ മുമ്പിൽ? ബ്രഹ്മാവിൻ്റെ മുമ്പിൽ. എന്നിട്ട് പ്രാർത്ഥനയോട് കൂടിയിട്ട് ബ്രഹ്മാവിനോട് ആണ് വരം ചോദിക്കുന്നത്. സോ ഭഗവാൻ ചിന്തിക്കുകയാണ്. ഭഗവാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, ഓക്കെ അവർക്ക് എന്നോട് അസൂയാണ്, പക്ഷേ ഓക്കെ അവർക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് അതിനുള്ള യോഗ്യത ആയിട്ടില്ല. അതുകൊണ്ട് എൻ്റെ പരിശുദ്ധ ഭക്തരായിട്ടുള്ള ബ്രഹ്മാവും ശിവനെ പോലുള്ളവർക്ക് അറ്റ്ലീസ്റ്റ് അവരുടെ മുമ്പിൽ അവർ കുമ്പിടട്ടെ, അറ്റ്ലീസ്റ്റ് അവരുടെ മുമ്പിൽ വിനയത്തോട് കൂടിയിട്ട് അവർ, ഉള്ളിൽ വേറെ ഉദ്ദേശം ഉണ്ടാവും, പക്ഷേ അവരുടെ മുമ്പിലൊന്ന്, എൻ്റെ ഭക്തരുടെ മുമ്പിൽ, എൻ്റെ ഭക്തരെ ആദ്യം ശരണം പ്രാപിക്കട്ടെ. അങ്ങനെ അറ്റ്ലീസ്റ്റ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അവർക്കൊരു പ്രോഗ്രസ് ഉണ്ടാവും. ഗ്രാജുവലി അവർക്ക് എൻ്റെ അടുത്തേക്ക് എന്നെ ശരണം പ്രാപിക്കാനുള്ള ഒരു മനസ്സ് അവർക്ക് വരും. പക്ഷേ അതിൻ്റെ ആദ്യത്തെ പടിയാണ് എൻ്റെ ഭക്തരെ ശരണം പ്രാപിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഫെസിലിറ്റേറ്റ് ചെയ്യുകയാണ് ഭഗവാൻ. അത് നമ്മളെ പഠിപ്പിക്കുന്നു, അതിലൂടെയും പഠിപ്പിക്കുന്നു. ശുദ്ധഭക്തരെ സേവിക്കുമ്പോൾ നമുക്ക് ഭഗവാനിലേക്ക് എത്താൻ പറ്റുമെന്നുള്ളത്. ഇപ്പോൾ ഹിരണ്യകശിപുവിനെ പോലെ രാവണനെ പോലുള്ള ആളുകൾക്ക് പോലും ഭഗവാൻ അവസരം കൊടുക്കുവാണ്. ആക്ച്വലി ഓക്കെ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വരാൻ പറ്റില്ല, അപ്പോൾ നോ പ്രോബ്ലം, അറ്റ്ലീസ്റ്റ് ദേവതന്മാരുടെ അടുത്ത് പോയിക്കോളൂ. ഇത് ഈ പറഞ്ഞ തത്വം ഞാൻ എവിടെ നിന്ന് പറഞ്ഞതാണ്? ഭഗവത്ഗീതയിലെ തത്വമാണ്. ഭഗവാൻ പറയുന്നുണ്ട് അവിടെ, എൻ്റെ അടുത്തേക്ക് വരാൻ താല്പര്യമില്ലാത്തവർ ദേവതമാരെ വർഷിപ്പ് ചെയ്യുന്നു. അത് അവിധിപൂർവകമാണ്, പക്ഷെ കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് അവർ അതെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അവർ എൻ്റെ അടുത്തേക്ക് വരും, ഗ്രാജുവലി. ഓക്കെ, എനിവേസ് ഗുഡ്. അപ്പോൾ എവിടെ വരെ എത്തി? അപ്പോൾ ദുർവാസമുനിയോട് പറയുന്നു. അങ്ങനെ ദുർവാസമുനി പറയുന്നു, എന്തും ഞാൻ ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെ അദ്ദേഹം വനവാസത്തിലുള്ള സമയത്ത് അവരുടെ അടുത്ത് പോകുന്നു. യുധിഷ്ഠിര മഹാരാജാവ് ദുർവാസമുനിയെ കണ്ടപ്പോൾ സ്വീകരിച്ച് എല്ലാവിധ അറേഞ്ച്മെൻറ്റ്സും ചെയ്യുന്നു. ദുർവാസമുനിയോട് പറയുന്നു,
അങ്ങ് പോയി അങ്ങ് പോയി കുളിച്ച് വന്നോളൂ, എല്ലാ ശിഷ്യരെയും കൂടെ എല്ലാവരും കൂടെ പോയിട്ട് കുളിച്ച് വന്നോളൂ, ഞങ്ങൾ വേണ്ട പ്രസാദം ഇവിടെ റെഡിയാക്കാമെന്ന് പറയും. ഇത് പറയും യുധിഷ്ഠിര മഹാരാജാവ് ആരോടും നോ എന്ന് പറയുന്ന ഒരു സംഭവമില്ല. അദ്ദേഹത്തിന് അറിയാം അവിടെ ഇനി ഇത്രയും ആളുകൾക്ക് കൊടുക്കാൻ വഴിയില്ലാന്ന്. പക്ഷേ എന്നാൽ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ചെയ്യാം, ഞങ്ങളെല്ലാം അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. ടെൻഷൻ മുഴുവനും ദ്രൗപദി ദേവിക്ക്. യുധിഷ്ഠിര മഹാരാജാവ് പറഞ്ഞു ഓക്കെ. ഇനി എന്ത് ചെയ്യും? ഇല്ലയെന്ന് പറയാനും പറ്റില്ല, യുധിഷ്ഠിര മഹാരാജന് നോ എന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ദ്രൗപദി ദേവി ആരെയാണ് വിളിക്കുന്നത്? ഗോവിന്ദ ഗോവിന്ദ ഹരേ മുരാരേ ഗോവിന്ദ ഗോവിന്ദ മുകുന്ദ കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ രഥാംഗപാണേ ഗോവിന്ദ ദാമോദര മാധവേതി. ഗോവിന്ദനെ വിളിക്കും, ഭഗവാനെ വിളിക്കും. ഭഗവാൻ അവിടെ എത്തുന്നു, ചോദിക്കുന്നു പാത്രത്തിൽ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ തരൂ, കിട്ടുന്നു. ഭഗവാന്റെ പ്ലാൻ അനുസരിച്ച് അവിടെ ചെറിയ ഒരു നമ്മൾ കഴിച്ച ആ കറിയുടെ എന്തൊരു ഇലയോ എന്തോ ഉണ്ടായിരുന്നു, അതെടുത്ത് ഭഗവാൻ കഴിക്കുന്നു. അതോടുകൂടി കുളിച്ചുകൊണ്ടിരിക്കുന്ന ദുർവാസ മുനിയും ശിഷ്യരും അവിടെ ഏമ്പക്കം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നദിയിൽ പോയി കുളിക്കാൻ പോയവരാണ്. കുളിക്കുന്നതിൻ്റെ ഇടയിൽ അവർക്ക് ഏമ്പക്കം വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിച്ചത് അവർക്ക് ഫുള്ളായി, ഒന്നും കഴിച്ചിട്ടില്ല. ഭഗവാൻ അവിടെ കഴിച്ചു, അവർക്ക് അവിടെ കിട്ടി. അങ്ങനെ അപ്പോൾ യുധിഷ്ഠിര മഹാരാജാവ് കാത്തിരിക്കുകയാണ്. ഭഗവാൻ പറഞ്ഞു എല്ലാം ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇവർക്കറിയില്ല, പാണ്ഡവർക്കതറിയില്ല. ഭഗവാന് മനസ്സിലായി അവർ വയറ് ഫുള്ളായി ഓൾറെഡി, അവരിനി ഇങ്ങോട്ട് വരില്ല എന്ന് ഉറപ്പാണ്. ഭഗവാൻ സാധാരണ ഇരിക്കുന്ന പോലെ ചിരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. യുധിഷ്ഠിര മഹാരാജാവ് ചോദിക്കുന്നുണ്ട് ഇതുവരെ അവർ വരാറായിട്ടില്ലേ, കുറച്ചായാലും അവർ പോയിട്ട് എന്തുകൊണ്ട് കാണുന്നില്ല? ഭീമസേനെ വിടും, ഭീമസേനോട് പറയും പോയി നോക്കാൻ പറയും. ഭീമസേനോട് പോയി നോക്കി കൂട്ടിക്കൊണ്ടുവരാൻ പറയും. ഭീമസേനൻ പറഞ്ഞു ഓക്കെ ശരി, പോകും. നേരെ നദിയിലേക്ക് പോകുമ്പോൾ അവരെല്ലാവരും അവിടെ നിന്ന് ഓടിപ്പോകാൻ നിൽക്കുകയാണ്. ആ സമയത്താണ് ഭീമസേനൻ എത്തുന്നത്. ഭീമസേനൻ ചോദിക്കും എങ്ങോട്ട് പോകുന്നു? വരൂ, ഞങ്ങളവിടെ എല്ലാവരും കാത്തിരിക്കുകയാണ്, നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നു, വരൂ, പെട്ടെന്ന് വരൂ. ഓ വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് അവർ പോവാണ്. ഭീമസേനൻ പറഞ്ഞില്ല പറ്റില്ല, അവരെ തടയും. പറ്റില്ല, വന്നേ പറ്റൂ, ഞങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ്. ഭീമസേനതൊന്നും അറിയില്ല, പക്ഷെ എന്നാലും അദ്ദേഹം അവനെ പറയുന്നു. അവർ പറയുന്നു ഞങ്ങൾക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് പോകുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ ഈ ഒരു സിറ്റുവേഷനിലും ഈ ഒരു കഥയിലും നമ്മൾ കാണുന്നു ഭഗവാൻ ദ്രൗപദി ദേവിയും പാണ്ഡവരെയും രക്ഷിക്കുന്നു അല്ലേ. അല്ലെങ്കിൽ ദുർവാസ മുനിയുടെ ശാപം, വേറെ എന്തെങ്കിലും ശാപം കൂടെ കിട്ടിയെന്നെ, ഭഗവാൻ രക്ഷിച്ചു. അതാണ് ഭഗവാനെ മനസ്സുരുകി വിളിക്കുകയാണെങ്കിൽ ഭഗവാൻ വന്നിരിക്കും. ദ്രൗപദി ദേവി ഇതേപോലെ ഇതിനു മുമ്പും വിളിച്ചിട്ടുണ്ട്. ദ്രൗപദി ദേവിയും ഭഗവാനും തമ്മിലുള്ളൊരു കണക്ഷൻ അത്ര ഡീപ്പാണ്. ഭഗവാന്റെ വളരെ വളരെ പ്രിയപ്പെട്ട ഭക്തയാണ് ദ്രൗപദി. അപ്പോൾ ദ്രൗപദി ദേവി ഈ ഒരു സിറ്റുവേഷനിലും ഇതേപോലെ ഈ രണ്ട് ഇൻസ്റ്റൻസ് നമുക്ക് ഓർക്കാം മഹാഭാരതത്തിൽ ഇതേപോലെ സംഭവിച്ചിട്ടുള്ളത്. ഇതേപോലെ ഗജേന്ദ്രനും നിസ്സഹായാവസ്ഥയിൽ വിളിക്കുന്നു. അപ്പോൾ നിസ്സഹായാവസ്ഥയിൽ നമ്മൾ ശരിക്കും മനസ്സുരുക്കി ഭഗവാനെ വിളിക്കുകയാണെങ്കിൽ ഭഗവാനോട് വന്നിരിക്കും. ഭഗവാൻ വന്ന് നമുക്ക് വേണ്ടത് നമ്മളെ രക്ഷിക്കും, അതിനൊരു സംശയവും വേണ്ട. ഇതെല്ലാം ഈ സ്റ്റോറീസ് എല്ലാം ഈ കഥകളെല്ലാം നമ്മളത് ഓർമ്മിപ്പിക്കുന്നു ആക്ച്വലി. സോ നമ്മളൊന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കൂടെ ആരും ഇല്ലെങ്കിലും ഭഗവാനുണ്ട്. വേറെ ആരും ഉണ്ടാവാനും പോകുന്നില്ല, അദ്ദേഹം മാത്രമേ ഉണ്ടാവാൻ പോകുന്നുള്ളൂ. അത് ഓർക്കുക എപ്പോഴും. നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടതാണ്. നമ്മുടെ കൂടെ ഇന്നും എന്നും എപ്പോഴും ഉണ്ടാവാൻ പോകുന്ന ഒരേ ഒരു വ്യക്തി ഭഗവാനും ഗുരുവും മാത്രം, വേറെ ആരുമില്ല. അതാണ്. അപ്പോൾ ഈ ഒരു തത്വം മനസ്സിലാക്കുന്നു നമ്മൾ. അതേപോലെ തന്നെ പ്രഭുപാദ അവസാനത്തെ ഭാഗത്ത് പറയുന്നു ഈ ഒരു കഥയിലൂടെ വേറൊരു കാര്യം കൂടെ നമ്മൾ പഠിക്കാനുണ്ട്. അതായത് എല്ലാ ഗൃഹസ്ഥാശ്രമത്തിലുള്ള എല്ലാവരും നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭഗവാൻ അത് സമർപ്പിച്ച്, നൈവേദ്യം സമർപ്പിച്ച് പ്രസാദം ആയിരിക്കണം കഴിക്കേണ്ടത് എന്നുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് 10,000-കണക്കിന് നമ്മളെ അതിഥികളെ സൽക്കരിച്ചതിന് തുല്യമാണെന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു പുണ്യം ആക്ച്വലി പോലും നമുക്കിതിൽ നിന്ന് കിട്ടുന്നു. ആക്ച്വലി പുണ്യത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്, എന്നാലും പറയുവാണ് ഭഗവാന് സമർപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭഗവാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന പോലെ മരത്തിൻ്റെ വേര് പോലെയാണ് അല്ലേ. വേരിൽ അല്ലെങ്കിൽ ചെടിയുടെ വേരിൽ വെള്ളം ഒഴിക്കുമ്പോൾ ചെടിയുടെ എല്ലാ ഭാഗത്തേക്കും എത്തുന്നു, വേണ്ടതെല്ലാം എല്ലായിടത്തേക്കും എത്തുന്നു. അതേപോലെയാണ് ഭഗവാനെ നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് എല്ലാ ദേവതമാരെയും സന്തോഷിപ്പിക്കുന്നു. അതേപോലെ തന്നെ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആവുന്നു. സോ
സോ ആ ഒരു തത്വം കൂടെ നമുക്കിതിൽ നിന്ന് പഠിക്കാൻ പറ്റും. ശ്രീല പ്രഭുപാദ് പറയുന്നു ഇതാണ് ഭക്തിയുത സേവനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഭക്തിയുത സേവനം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഭഗവാന് വേണ്ടി ഭഗവാനെ സേവിക്കുക, ഭഗവാനെ ആരാധിക്കുക, അതാണ് ഭക്തിയുത സേവനം. ബാക്കിയെല്ലാം അതോടുകൂടി നടക്കും. വേറെ അതിന് വേണ്ടിയിട്ട് വേറെ സെപ്പറേറ്റ് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഭഗവാനെ പ്രീതിപ്പെടുത്താൻ മാത്രം നോക്കിയാൽ മതി. അതാണ് ഇതിൽ നിന്ന് പഠിക്കുന്ന തത്വം. ഓക്കെ, സോ താങ്ക് യു. ग्रंथराज श्रीमद् भागवतम की जय. जगत गुरु शीला प्रभुपाद की जय. शीला गुरुदेव की जय. शचिनंदन श्री गौर हरि की जय. निताय गौर प्रेमानंदे. थैंक यू. हरे कृष्ण.